ഹലോ, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസ് എടുക്കാം. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 400 ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂണ് സോയാ സോസും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പും 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ സൺഫ്ലവർ ഓയിലായിട്ട് ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. ചിക്കൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടും മാറ്റി വെക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതൊരു 80% കുക്കാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. അതിനുശേഷം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. ചിക്കനും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. സെയിം പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 4 മുട്ട, അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, എന്നിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മാറ്റി വെക്കാം. റൈസ് അതുപോലെ വലിയൊരു പാത്രത്തിൽ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. വലിയൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും 1 കപ്പ് വീതം സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും കാബേജും ബീൻസും ചേർത്ത് കൊടുക്കുക. എല്ലാം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കനും സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള എഗ്ഗും സോയാ സോസ് ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് റൈസും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ റെഡി.